നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇന്ന് നമുക്കൊരു കഥ കേൾക്കാം. ദൂരെ ഒരു രാജ്യത്ത് വളരെ ചെറുപ്പക്കാരനായ ഡേവിഡ് എന്ന പേരുള്ള ഒരു രാജാവ് ജീവിച്ചിരുന്നു. അദ്ദേഹം തൻ്റെ 25-ാമത്തെ വയസ്സിൽ കിരീടാവകാശിയായി തീർന്നത് തൻ്റെ പിതാവിൻ്റെ മരണശേഷമായിരുന്നു. ബാല്യം മുതൽ തന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഗുരുവിൻ്റെ പേര് എഡ്വേർഡ് എന്നായിരുന്നു. അദ്ദേഹം ഈ ലോകത്തെക്കുറിച്ച് മാത്രമല്ല, ദയ, കരുണ, ക്ഷമ എന്നിവയുടെ വിലയെക്കുറിച്ച്, പ്രാധാന്യത്തെക്കുറിച്ചുമെല്ലാം ഡേവിഡിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിതാവിൻ്റെ മരണശേഷം ഡേവിഡ് രാജാവ് എഡ്വേർഡ് എന്ന തൻ്റെ ഗുരുവുമായി ഏറ്റവും അടുത്ത നല്ലൊരു ബന്ധത്തിലാവുകയാണ്. അങ്ങനെ ഈ ഡേവിഡ് രാജാവ് തൻ്റെ ഗുരുവായ എഡ്വേർഡിനെ രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുവരികയും അവിടെ തൻ്റെ ചീഫ് മിനിസ്റ്ററായിട്ട് നിയമിക്കുകയും ചെയ്യുന്നു. ഓരോ തീരുമാനങ്ങളും ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് സോൾവ് ചെയ്യേണ്ട വിധവും എഡ്വേർഡ് വഴി ഡേവിഡിന് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നു. അതിലെല്ലാം നല്ല വിജയം കണ്ടെത്താനും നല്ല എഫക്റ്റീവായിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് കാണാനും സാധിക്കുന്നു. അങ്ങനെ ഒരു വർഷക്കാലം രാജ്യത്ത് ഒരു പ്രശ്നങ്ങളോ അല്ലലോ അലച്ചിലോ ഒന്നുമില്ലാതെ വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങളെല്ലാം പോവുകയാണ്. എന്നാൽ അതിൻ്റെ തൊട്ടടുത്ത വർഷം വളരെ അപ്രതീക്ഷിതമായിട്ട് രാജ്യത്ത് ഒരു ഫുഡ് ക്രൈസിസ് നേരിടേണ്ടി വരികയാണ്. അത് എഡ്വേർഡ് കാലാവസ്ഥ മുൻകൂട്ടി കണ്ടതിലുണ്ടായ ഒരു പാളിച്ച മൂലമാണ് അപ്രകാരം സംഭവിച്ചത്. ഡേവിഡ് രാജാവ് വളരെ മോശമായിട്ട് എഡ്വേർഡ് എന്ന തൻ്റെ ഗുരുവും മെൻറ്ററും ഗൈഡും ഒക്കെ ആയ തൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥനോട് വളരെ മോശമായി പെരുമാറുകയാണ്. ഈ നിമിഷം തന്നെ നീ രാജകൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കൊള്ളണം, എനിക്ക് നിന്നെ കാണണ്ട, നീ കാരണമാണ് ഇത്ര വലിയ പ്രശ്നം ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നത് എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായി സംസാരിക്കുകയാണ്. അങ്ങനെ രാജകൊട്ടാരത്തിൽ നിന്നും ഇറക്കിവിട്ട എഡ്വേർഡ് ഒന്നും മിണ്ടാതെ വളരെ ദുഃഖത്തോടെ അവിടെ നിന്നും ഇറങ്ങിത്തിരിക്കുകയാണ്. ദൂരെ ഒരു ഗ്രാമത്തിൽ, ആരും അറിയപ്പെടാത്ത ഒരു ചെറിയ ഗ്രാമത്തിൽ അദ്ദേഹം ഒരു സിമ്പിൾ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരു കൃഷിക്കാരനായി അദ്ദേഹം അവിടെ ജീവിതം തുടങ്ങുന്നു. അധികം വൈകാതെ തന്നെ അവിടെയുള്ള ഗ്രാമവാസികൾക്കും ഗ്രാമത്തലവനും എഡ്വേർഡിനെ വളരെയധികം ഇഷ്ടപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രോബ്ലം സോൾവിങ് സ്കില്ലും പ്രത്യേകമായിട്ടുള്ള നല്ല ബുദ്ധിപൂർവ്വമുള്ള നിർദ്ദേശങ്ങളും എല്ലാവർക്കും വളരെയധികം പ്രയോജനപ്പെടുകയാണ്. അങ്ങനെ എഡ്വേർഡ് വളരെ പെട്ടെന്ന് തന്നെ ഈ ഗ്രാമവാസികളുടെയും ഗ്രാമത്തലവൻ്റെയും എല്ലാം ബഹുമാനവും സ്നേഹവും ആദരവും എല്ലാം പിടിച്ചു പറ്റുകയാണ്. അങ്ങനെ വളരെ സന്തോഷത്തോടെ എഡ്വേർഡ് ഒരു കൃഷിക്കാരനായി ആ ഗ്രാമത്തിൽ അങ്ങനെ ജീവിച്ചു വരുന്നു. എന്നാൽ ഇതേ സമയത്ത് രാജകൊട്ടാരത്തിലെ അവസ്ഥ വളരെ മോശമായിരുന്നു. ഡേവിഡിന് സ്വയം തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നതോടെ എല്ലാ പ്രശ്നങ്ങളും വളരെ രൂക്ഷമാവുകയാണ്. ഒന്നും ഹാൻഡിൽ ചെയ്യാൻ തന്നെ പഠിക്കാത്തത് കൊണ്ട് ഡേവിഡ് വളരെയധികം ബുദ്ധിമുട്ടിലാവുകയാണ്. രാജ്യത്തെ കാര്യങ്ങളെല്ലാം താളം തെറ്റുകയാണ്. ഈ സന്ദർഭത്തിലാണ് ഡേവിഡ് എഡ്വേർഡിൻ്റെ വില മനസ്സിലാക്കുന്നത്. താൻ ചെയ്ത തെറ്റ് തനിക്ക് മനസ്സിലാക്കുന്നത് ഈ സമയത്താണ്. രണ്ടാമതൊന്ന് ചിന്തിക്കാൻ പോലും കൂട്ടാക്കാതെ എഡ്വേർഡിനെ രാജകൊട്ടാരത്തിൽ നിന്നും പുറത്താക്കിയത് വളരെ മോശമായി പോയി എന്ന് രാജാവിന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഇനി എന്ത് ചെയ്യാൻ പറ്റും? സമയം ഒത്തിരി വൈകിപ്പോയി. എഡ്വേർഡിനെ കണ്ടെത്താൻ യാതൊരു വഴിയും കാണുന്നില്ല. എന്നാലും രാജാവ് തൻ്റെ ബുദ്ധി ഉപയോഗിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം തൻ്റെ പട്ടാളക്കാരെ എല്ലാ വില്ലേജിലോട്ടും അയക്കുകയാണ്. അവർ പോയി വളരെയധികം അന്വേഷിച്ചു. എന്നാലും എഡ്വേർഡിനെ കണ്ടെത്താൻ സാധിച്ചില്ല. കാരണം ആ രാജ്യം വളരെ വലുതായിരുന്നു. രണ്ടാമത് രാജാവ് ചിന്തിച്ചു, എഡ്വേർഡ് തന്നെ തൻ്റെ ചെറുപ്പകാലത്ത് തനിക്ക് പറഞ്ഞു തന്നിരുന്ന വിദ്യകൾ ഉപയോഗിച്ച് അദ്ദേഹത്തെ തന്നെ കണ്ടുപിടിക്കാനായിട്ട്. അങ്ങനെ രാജാവ് എല്ലാ ഗ്രാമങ്ങളിലേക്കും തൻ്റെ ഓരോ ലെറ്റർ വീതവും ഓരോ മൺഭരണിയും കൊടുത്തയക്കുകയാണ്. ലെറ്ററിൽ പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ്: 1 മാസം കൊണ്ട് ഈ മൺഭരണി അറിവ് അഥവാ ജ്ഞാനം കൊണ്ട് നിറയ്ക്കണം. അതിന് പറ്റുന്നില്ല എങ്കിൽ വിലപിടിപ്പുള്ള ജ്വല്ലറിയും രത്നങ്ങളും കൊണ്ട് ഈ മൺഭരണി നിറച്ചിട്ട് രാജകൊട്ടാരത്തിലേക്ക് തിരിച്ചു തരണം. അങ്ങനെ ഡേവിഡ് രാജകൊട്ടാരത്തിൽ വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്രകാരം എഡ്വേർഡ് താമസിക്കുന്ന വില്ലേജിലും ഗ്രാമത്തലവന് ഈ ലെറ്ററും മൺഭരണിയും കിട്ടി.
രാജാവിന് വിചിത്രമായ കൽപ്പന കണ്ടിട്ട് ഗ്രാമത്തലവന് അത്ഭുതം തോന്നി. അദ്ദേഹം ഒട്ടും വൈകിയില്ല, നേരെ എഡ്വേർഡിൻ്റെ അടുത്ത് വന്നിട്ട് ഇപ്രകാരം പറഞ്ഞു: രാജാവിൻ്റെ വളരെ വിചിത്രമായ ഒരു കൽപ്പന ഇപ്രകാരമുണ്ട്. എന്ത് ചെയ്യും? അറിവോ ജ്ഞാനോ ഉപയോഗിച്ചൊന്നും നമുക്ക് ഈ മൺഭരണി നിറയ്ക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അതിന് പകരമായിട്ട് വിലപ്പെട്ട രത്നങ്ങളോ ജ്വല്ലറി ഒന്നും നമ്മളുടെ കയ്യിലില്ല. നമുക്ക് അത്രയും സമ്പാദ്യമൊന്നും ഇല്ലല്ലോ. ഇത് ചെറിയൊരു ഗ്രാമമല്ലേ, നിനക്കറിയാലോ എന്നൊക്കെ ഈ ഗ്രാമത്തലവൻ എഡ്വേർഡിനെ ഒരുപാട് നിർബന്ധിക്കുകയാണ് ഇതിനൊരു സൊല്യൂഷൻ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. എഡ്വേർഡ് പറഞ്ഞു: എനിക്ക് കുറച്ച് സമയം തരണം, ഞാനൊന്ന് ചിന്തിക്കട്ടെ, എന്തായാലും ഞാനിതിനൊരു പോംവഴി കണ്ടുപിടിച്ച് തരും. അങ്ങനെ ഗ്രാമത്തലവൻ എഡ്വേർഡിലുള്ള പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ മടങ്ങുകയാണ്. എഡ്വേർഡ് തൻ്റെ കൃഷിയിടത്തിൽ പോയിരുന്ന് വളരെയധികം ചിന്തിക്കുകയാണ് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന്. അങ്ങനെ അദ്ദേഹം നോക്കുമ്പോൾ തൻ്റെ കൃഷിയിടത്തിൽ ഒരു ചെറിയ മത്തങ്ങ കാണുകയാണ്. പെട്ടെന്ന് തനിക്കൊരു ബുദ്ധി തോന്നുകയാണ്. താൻ വേഗം ആ മുട്ടിട്ടിരിക്കുന്ന ചെറിയ മത്തങ്ങ എടുത്തിട്ട് അതിൻ്റെ വള്ളി കട്ട് ചെയ്യാതെ സൂക്ഷിച്ച് ഈ മൺഭരണിയിലേക്ക് ഇറക്കി വയ്ക്കുകയാണ്. എന്നിട്ട് ദിവസവും ചെയ്യാറുള്ളത് പോലെ വെള്ളവും വളവും എല്ലാം അതിൻ്റെ ചുവട്ടിലൊഴിച്ച് അത് വളർന്ന് ഒരു മാസം കൊണ്ട് ഈ ചെറിയതായിരുന്ന മത്തങ്ങ വലുതായിത്തീരുകയാണ്. ഈ ഭരണിയിൽ നിന്ന് പുറത്തെടുക്കാൻ കഴിയാത്ത വിധം അത് വലിയൊരു മത്തങ്ങയായി മാറിയിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം അതിൻ്റെ വള്ളി കട്ട് ചെയ്തിട്ട് ഈ മൺഭരണിയെപ്പടി കൊട്ടാരത്തിലേക്ക് കൊടുത്തയക്കുകയാണ്. അപ്പോൾ രാജാവിന് മനസ്സിലായി എഡ്വേർഡ് ഇന്ന് ഗ്രാമത്തിലുണ്ട്. എന്നാലും തന്നെ തിരിച്ച് ഈ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഞാൻ തന്നെ ചെല്ലണം. കാരണം എൻ്റെ ഗുരുനാഥനാണ്, ഞാനാണ് തെറ്റ് ചെയ്തത്. അതുകൊണ്ട് രാജാവ് തീരുമാനിക്കുകയാണ്, ഞാൻ തന്നെ ചെല്ലും. എഡ്വേർഡിൻ്റെ അടുത്ത് ക്ഷമ ചോദിച്ച് അദ്ദേഹത്തെ സ്നേഹത്തോടെ തിരിച്ച് ആ പൊസിഷനിലേക്ക് തന്നെ ഈ രാജകൊട്ടാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും. അതുകൊണ്ട് പ്രിയ കൂട്ടുകാരെ, ഈ കഥയിൽ നിന്നും നാം മനസ്സിലാക്കുന്ന വലിയൊരു പാഠമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നാലും പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യത്തിൽ നിന്നും തീരുമാനമെടുക്കാതെ നമ്മളെ തന്നെ കാം ഡൗൺ ചെയ്ത് മനസ്സ് ശാന്തമാക്കിയിട്ട് പ്രാർത്ഥിച്ച് രണ്ടാമതൊന്ന് ചിന്തിച്ച് നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരും നല്ല അനുഭവ സമ്പത്തുള്ളവരുമായി പറ്റുമെങ്കിൽ ഷെയർ ചെയ്ത് ഒരു തീരുമാനത്തിലെത്താൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരാജയപ്പെടേണ്ടി വരില്ല. അതിനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.